ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസാണ്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണം, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ പുതിയ ടയറാണ്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് കിടക്കണേ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്ക് യൂസ് ചെയ്ത് തന്നെ. പുതിയ ഫിൽറ്റർ വെച്ചാൽ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ്, പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ. വേരിയേറ്റർ ബോഡി ബോസ്റ്റർ കാര്യങ്ങളൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇത് ചെറിയൊരു തേമാനമുണ്ട്, പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. ബെൻഡെക്സൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് കാണുന്നില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റും. ഫ്രണ്ടിലത്തെ ടയർ നമുക്ക് സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനമുണ്ട്. തൽക്കാലം നമുക്ക് വേറെ വെട്ടൽ കാര്യങ്ങളൊന്നും കാണിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വലിയ മഴയൊക്കെ വന്നേക്കാളും മുമ്പായിട്ട് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം. തീരെ തീർന്നിട്ടില്ല, ഉപയോഗിക്കാം. 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്, ആംബ്രോണിൻ്റെ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.27 വരെ വരുന്നുണ്ട്. അപ്പോൾ വോൾട്ട് ഒരല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ പ്ലഗ് കിടക്കണേ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്ങത്തെ മാറ്റേണ്ടി തന്നെ. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് നിലവിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ.